പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ പെയിൻറ് റിമൂവർ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്, കണ്ടറിയാൻ പോകുന്നത്. ആദ്യം തന്നെ പെയിൻറ് റിമൂവർ എന്താണെന്ന് നമുക്ക് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെയിൻറ് റിമൂവ് ചെയ്യാൻ വേണ്ടി, പെയിൻറ്റിനെ നീക്കം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പെയിൻറ് ഇളക്കി കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് പെയിൻറ് റിമൂവർ. ഷീൻലാക്കിൻ്റെ പെയിൻറ് റിമൂവർ കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഏത് തരത്തിലുള്ള പെയിൻറ്റും, വാട്ടർ ബേസ് ആയിക്കോട്ടെ സോൾവെൻറ്റ് ബേസ് ആയിക്കോട്ടെ, നമുക്ക് പെയിൻറ് റിമൂവർ കൊണ്ട് ഇളക്കി കളയാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് നിലത്ത് വീണ് റഫായിട്ടുള്ള ടൈലിലൊക്കെ വീണ് പോവാതിരിക്കുന്ന പെയിൻറ്റുകളെ നമുക്ക് പെയിൻറ് റിമൂവർ കൊണ്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഒന്ന്. രണ്ടാമത്, റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പോളിഷുകളൊക്കെ നമ്മൾ പുതുതാക്കി മാറ്റുകയാണെങ്കിൽ, പുതിയ തരത്തിലുള്ള പോളിഷുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നത് സ്ലീക്ക് പോളിഷ് അല്ലെങ്കിൽ ടച്ച് വുഡ് പോളിഷ് പോലത്തെ വില കുറഞ്ഞ പോളിഷുകളായിരിക്കും. അതിൻ്റെ മുകളിൽ നമുക്ക് വില കൂടിയ പോളിഷ് ചെയ്യാൻ പറ്റില്ല. നല്ല ക്വാളിറ്റിയുള്ള PU അല്ലെങ്കിൽ MRFൻ്റെ, അതുപോലെ ഇമ്പീരിയ, എംപോറിയോ തുടങ്ങിയ പോളിഷുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് നിലവിലുള്ള പോളിഷ് കോട്ടിങ്ങളെ മുഴുവനും നമ്മൾ റിമൂവ് ചെയ്ത് കളയേണ്ടത് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെയിൻറ് റിമൂവർ അപ്ലൈ ചെയ്ത് നമുക്ക് ആ പോളിഷിനെ പൂർണ്ണമായും റിമൂവ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴുകാൻ മറന്നിട്ട് ഉണങ്ങിപ്പോയിട്ടുള്ള ബ്രഷുകൾ നമുക്ക് പെയിൻറ് റിമൂവർ കൊണ്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പ്രധാനമായുള്ള 3 കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി അത് ഉപയോഗിക്കേണ്ട രീതിയിലേക്ക് കിടക്കുകയാണ്. പെയിൻറ് റിമൂവർ ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായി കുലുക്കണം. നന്നായി കുലുക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കെമിക്കൽ കണ്ടൻറ്റും അതിൻ്റെ ഓയിലും രണ്ടും സെപ്പറേറ്റ് മാറി മാറി ഇരിക്കുന്നതാണ്. അതുകൊണ്ട് മൂടി തുറക്കുന്നതിന് മുമ്പ് നന്നായി ഷെയ്ക്ക് ചെയ്യണം. നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ. പെയിൻറ് റിമൂവറിലേക്ക് യാതൊരു തരത്തിലുള്ള സോൾവെൻറ്റുകളും ഉപയോഗിച്ച് അതിനെ ലൂസാക്കേണ്ടതില്ല. വെള്ളം അല്ലെങ്കിൽ തിന്നർ ടർപ്പൻ്റെ പോലത്തെ ഒന്നും മിക്സ് ചെയ്ത് ഡയറക്റ്റാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. എല്ലായിടത്തും ഉണ്ടാവുന്ന പഴയൊരു 2 ഇഞ്ച് ബ്രഷ് കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ട പ്രതലത്തിൽ അപ്ലൈ ചെയ്ത് നമുക്ക് പെയിൻറ്റുകളെ റിമൂവ് ചെയ്യാം. ആദ്യം ഒരു കോട്ട് പെയിൻറ് റിമൂവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ. ആ സമയത്തിനുള്ളിൽ ആ പെയിൻറ്റുകൾ ഇളകി പത പോലെ പൊന്തി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് പുട്ടി ബ്ലേഡ് കൊണ്ട് അതിനെ റിമൂവ് ചെയ്തെടുക്കുക. ശേഷം വീണ്ടും ഒരു കോട്ട് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതും പുട്ടി ബ്ലേഡ് കൊണ്ട് എടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് വാട്ടർ പേപ്പറൊക്കെ ഇട്ട് സർഫേസ് പഴയ പോലെ ക്ലീനാക്കി എടുക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പെയിൻറ് റിമൂവർ അതിൻ്റെ മൂടി തുറക്കുന്നതിന് മുമ്പേ 2 കൈയും ഗ്ലൗസ് ഇട്ട് സേഫാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മളിത് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ ഗ്യാസ് നിറയും. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ണിലേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുകൾ വശം, ക്യാപ്പിൻ്റെ മുകൾ വശം പൊത്തിപ്പിടിച്ചിട്ട് തന്നെ നമ്മളതിനെ തുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ളിൽ വേറൊരു ലീഡ് കൂടി വരുന്നുണ്ട്. അതും തുറക്കുമ്പോൾ കണ്ണിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം. ഹൈറ്റുള്ള ഭാഗങ്ങൾ, ജനൽ കട്ടിലിൻ്റെ, വാതിൽ കട്ടിലിനൊക്കെ മുകൾ വശത്തെ പെയിൻ്റാണ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഗ്ലാസ് ഉപയോഗിക്കണം. കാരണം മുകളിലേക്ക് നോക്കി നമ്മൾ റിമൂവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ളൊരു കെമിക്കലാണ്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. സേഫ്റ്റി ഫസ്റ്റ്. പെയിൻറ് റിമൂവർ എന്താണെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നേരെ നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കിടക്കാം. ഷീൻലാക്കിൻ്റെ പെയിൻറ് റിമൂവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 250 രൂപയാണ് 1 ലിറ്ററിന് വില വരുന്നത്. നന്നായി ഷെയ്ക്ക് ചെയ്യണം. നന്നായി എത്രത്തോളം ഷെയ്ക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ഉപയോഗിക്കാൻ. മൂടി തുറക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണിലേക്കും മൂക്കിലേക്കൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഗ്ലൗസൊക്കെ ക്ലിയറായി തന്നെ ഇടണം.
മുകളിലെ ക്യാപ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ക്യാപ്പ് കൂടിയുണ്ട്. ആ ക്യാപ്പ് തുറക്കുമ്പോഴാണ് ഉള്ളിലുള്ള ഗ്യാസ് മുഖത്തേക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ തുറക്കുന്ന സമയത്ത് മുകളിൽ ഒരു കൈ കൊണ്ട് പൊത്തി പിടിച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. കഴിയുന്നതും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അടുത്ത് ആരും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തണം. മാത്രമല്ല ഇതിൻ്റെ സ്മെല്ല് കുറച്ച് ഹാർഡ് സ്മെല്ലാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ആവശ്യാനുസരണം ഒരു പാട്ടയിലേക്ക് പെയിൻറ് റിമൂവർ എടുക്കുക. പഴയ കളഞ്ഞ ഒരു ബ്രഷാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കട്ട പിടിച്ചിട്ടുള്ള ബ്രഷാണ്. മെറ്റാലിക് ഗോൾഡൊക്കെ അടിച്ചിട്ട് ഹാർഡായി മാറിയിട്ടുണ്ട് ബ്രഷ്. നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണുള്ളത്. ഈ ബ്രഷാണ് പെയിൻറ് റിമൂവർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ബ്രഷ് എത്രത്തോളം ക്ലീൻ ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ബ്രഷിൻ്റെ ലെയറുകൾ, നാരുകൾ മുഴുവൻ പെയിൻറ് റിമൂവറിൽ മുങ്ങുന്ന രീതിയിൽ കുറച്ച് നേരം അതിനെ അമർത്തി പിടിക്കുക. ബ്രഷിന് ചെറിയൊരു മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ബ്രഷ് കൊണ്ട് പെയിൻറ് റിമൂവർ നമുക്ക് എവിടെയാണോ, പോളിഷാണോ, ഇനാമലാണോ, എൻ സി ആണോ, വാട്ടർ ബേസ് പെയിൻ്റ് ആണോ, ഏതാണോ റിമൂവ് ചെയ്യേണ്ടത് ആ പ്രതലത്തിൽ വീഡിയോയിൽ കാണുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കോട്ട് പെയിൻറ് റിമൂവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോളിഷ് ചെയ്തതൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ശേഷം നമ്മളൊരു പുട്ടി ബ്ലേഡ് എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ അടിച്ചിട്ടുള്ള പെയിൻറ് റിമൂവറിനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെ ബ്ലേഡിൽ വരുന്ന ഈ വേസ്റ്റും ഡേഞ്ചറാണ്. അതും നന്നായി പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എവിടെയെങ്കിലും കളയണം. കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആരും ഈ പെയിൻറ് റിമൂവറുമായി സമ്പർക്കം വരാത്ത രീതിയിൽ അതിനെ നമ്മൾ മാറ്റി വെക്കുക തന്നെ വേണം. സെക്കൻഡ് കോട്ട് പെയിൻറ് റിമൂവറാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബ്രഷ് എങ്ങനെ ഉണ്ടായിരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ബ്രഷ് ഒക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ് റിമൂവർ അപ്ലൈ ചെയ്യാം. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പെയിൻറ് റിമൂവറൊക്കെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പുട്ടി ബ്ലേഡ് കൊണ്ട് ആ പെയിൻറ് റിമൂവറും പഴയ പെയിൻറ് ഇളകി വന്നതെല്ലാം കൂടി വടിച്ചെടുക്കുക. രണ്ട് കോട്ട് പെയിൻറ് റിമൂവർ അപ്ലൈ ചെയ്ത് പുട്ടി ബ്ലേഡും കൊണ്ട് ക്ലീൻ ചെയ്തിട്ടുള്ള സർഫേസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വാട്ടർ പേപ്പർ കൊണ്ട് പേപ്പർ ചെയ്ത് ഒന്നും കൂടി വൃത്തിയാക്കി എടുക്കാം. അടുത്തതായി കാണിക്കാൻ പോകുന്നത് സാധാരണ ഇനാമൽ പെയിൻറ് റിമൂവ് ചെയ്യുന്ന രീതിയാണ്. മുമ്പൊക്കെ ചെയ്തതുപോലെ തന്നെ പെയിൻറ് റിമൂവർ സർഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ശേഷം പുട്ടി ബ്ലേഡ് കൊണ്ട് ചിരണ്ടി കളയുക. ബാത്റൂമിലും കിച്ചണിലും സ്റ്റെപ്പുകളിലൊക്കെ ഇടുന്ന ഗ്രിപ്പുള്ള ടൈലുകൾക്ക് മുകളിലുള്ള പെയിൻറ് കളയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ആ പെയിൻറ് എങ്ങനെയാണ് കളയുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പെയിൻറ് കളയേണ്ട ഏരിയകളിൽ ഇതുപോലെ പെയിൻറ് റിമൂവർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മുമ്പ് 2 തവണ ചെയ്ത പോലെ പുട്ടി ബ്ലേഡ് കൊണ്ട് പതുക്കെ സർഫേസ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ശേഷം
ഒരു തുണിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് പെയിൻറ്റ് റിമൂവറൊക്കെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായി തുടച്ചെടുക്കുക. നമ്മളെ ടൈൽസ് മുമ്പുള്ളതുപോലെ തന്നെ നല്ല വൃത്തിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കളഞ്ഞ നമ്മുടെ ബ്രഷും കുട്ടപ്പനായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. 250 രൂപ മുടക്കി ഇതുപോലൊരു പെയിൻറ്റ് റിമൂവർ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കും. അതുപോലെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് പെയിൻറ്റ് കളയേണ്ട വർക്കുകൾ ഉണ്ടെങ്കിൽ അതും സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം.